ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന വളരെ വളർച്ചാ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല കമ്പനികളും പല ഓഹരികളിലും വലിയ കുതിച്ചുകയറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഭീമനായിട്ടുള്ള ലാർസൻ ആൻഡ് ട്യൂബ്രോ LNT അവരുടെ ഇന്ത്യയിലെ ഡാറ്റാ ബിസിനസ്സിൻ്റെ CEO ആയിട്ടുള്ള സീമ അംബാസ്ത, കമ്പനിയുടെ പേര് ക്ലൗഡ്ഫിനിറ്റി എന്നാണ്. LNTയുടെ തന്നെ ഡാറ്റാ ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുന്നവരാണ്. അതിൻ്റെ CEO നടത്തിയിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ LNTയുടെ അടുത്ത ഒരു 10 വർഷത്തേക്കുള്ള ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൻ്റെ പദ്ധതികൾ എന്താണെന്ന് പറയുകയുണ്ടായി. സോ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഒരു മാസീവ് പൊട്ടൻഷ്യൽ, അതായത് ഒരു അടുത്ത 10 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മൾട്ടി ഫോൾഡ് എക്സ്പാൻഷനാണ് ഈ LNT ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ LNTയെ സംബന്ധിച്ചിട്ട് 32 മെഗാവാട്ടിൻ്റെ ഡാറ്റാ സെൻറ്റർ ഓപ്പറേഷൻസാണ് ഉള്ളത്. അത് 150 മെഗാവാട്ടിലേക്ക് എത്തിക്കുക 2027 കൂടി എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുള്ള 32 നിന്നും 150 മെഗാവാട്ടായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ആദ്യ പടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തത് ഫോറിൻ കമ്പനികളുമായിട്ട് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഫോം ചെയ്യാൻ, അതായത് SPV വഴി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസുമായിട്ട് എന്നുള്ള രീതിയിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് രീതിയിൽ ഫോറിൻ പാർട്ട്നേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ പറയുന്നത് ഇപ്പോഴത്തെ 32 മെഗാവാട്ട് എന്നുള്ളത് ഉള്ളത് ചെന്നൈയിലും മുംബൈയിലുമാണ്. അതുപോലെ വളരെ വലിയ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള പുതിയ ഡാറ്റാ സെൻറ്റേഴ്സ് വരുന്നത് ബാംഗ്ലൂർ, അതുപോലെ തന്നെ മുംബൈയിലെ പൻവേൽ, നവി മുംബൈ ഭാഗങ്ങളിലാണ് പുതിയ ഡാറ്റാ സെൻറ്റർ 2026 കൂടി ഓപ്പറേഷൻ ആവുന്നത്. 2035 കൂടി ഇപ്പോഴത്തെ ഈ ഒരു കിലോ വാട്ടിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 1 ജിഗാവാട്ടാണുള്ളത്. അതിൽ നിന്നും ഏകദേശം 5 മുതൽ 6 ജിഗാവാട്ട് വരെയോ അല്ലെങ്കിൽ 10 ജിഗാവാട്ട് വരെയോ ഉയർത്താനുള്ള പദ്ധതികളുമായിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് 2035 കൂടി. കമ്പനിയുടെ കയ്യിൽ ഒരുപാട് ലാൻഡ് പാർസൽ, അതായത് ലാൻഡ് ഇത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭൂമി ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് ക്യാപിറ്റൽ ഇതിന് വേണ്ടി വരും. 1 മെഗാവാട്ടിൻ്റെ എക്സ്പാൻഷന് പോലും 45 കോടി രൂപയോളം എക്സ്പാൻഷൻ ആവശ്യമായിട്ട് വരാം. അത് കമ്പനി മുടക്കാൻ തയ്യാറാണ്. ലാൻഡ് പാർസൽ കമ്പനിയുടെ കയ്യിലുണ്ട്. ആവശ്യത്തിനുള്ള എഞ്ചിനീയറിംഗ് ടാലൻറ്റും കമ്പനിയുടെ കയ്യിലുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോഴത്തെ കമ്പനിയുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ലാൻഡ് പാർസലായിട്ടുള്ള നവി മുംബൈ, ചെന്നൈ, ബംഗളൂരു ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഡാറ്റാ സെൻറ്ററുകൾ വരും. അതിന് പുറമെ LNTയുടെ ഹൈദരാബാദ് ഡിവിഷനിലുള്ള മെട്രോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് പാർസലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിലും നല്ല എമ്യൂണിറ്റീസ്, അതായത് പവർ സപ്ലൈക്കുള്ള ആവശ്യങ്ങൾ, മറ്റു പ്രോക്സിമിറ്റീസ് ഒക്കെ തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഡാറ്റാ സെൻറ്റേഴ്സ് വികസിപ്പിക്കാൻ സാധിക്കും. ഡാറ്റാ സെൻറ്ററുകൾ ഇനി എടുത്ത് ലാൻഡ് പാർസൽ റെൻറ്റിന് കൊടുത്താൽ പോലും $60,000-70,000 ഇടയിലാണ് ഇപ്പോഴത്തെ റെൻ്റ് എന്ന് പറയുന്നത്. സോ 2035 കൂടി